നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കാൻ ഒരുങ്ങുകയാണല്ലോ അർജൻറ്റീന. കളി ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ന്യൂ ജേഴ്സിയിലാണ്. ഇപ്പോൾ ആ കളിക്ക് മുന്നോടിയായിട്ടൊരു വിവാദം ഇങ്ങനെ കത്തുന്നുണ്ടല്ലോ. അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരശേഷം അർജൻറ്റീന താരങ്ങൾ ആ ഒരു ബാനർ പിടിച്ചിരുന്നു. ലാസ് മാൽവിനാസ് എന്ന് പറഞ്ഞുകൊണ്ട്, സൺ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ദി മാൽവിനാസ് ആർ അർജൻറ്റൈൻ എന്നാണ്. മാൽവിനാസ് എന്നവർ വിളിക്കുന്നത് ഫോക്ലാൻഡ് ഐലൻഡുകളെയാണ്. അപ്പം ഫോക്ലാൻഡ് ഐലൻഡുകൾ അർജൻറ്റീനയുടെ ഭാഗമാണ് എന്നാണ് ആ ഒരു ബാനർ, അവരുടെ താരങ്ങൾ പിടിച്ചിരുന്ന ആ ഒരു ബാനറിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ബ്രിട്ടൻ ഇതിനെതിരെ വലിയ രൂപത്തിൽ പ്രതിഷേധമുയർത്തുന്നു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫിഫയോട് ഇതിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. അന്വേഷണം നടത്തി നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ബ്രിട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ സ്പോക്സ് പേഴ്സൺ ഫോർ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമർ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്, വേൾഡ് കപ്പ് ഞങ്ങളുടേതല്ലായിരിക്കാം, പക്ഷേ ഫോക്ലൻഡ് ഐലൻഡ് തീർച്ചയായിട്ടും ഞങ്ങളുടേതാണ്. വേൾഡ് കപ്പ് മൈറ്റ് നോട്ട് ബി അവേഴ്സ്, ബട്ട് ദി ഫോക്ലൻഡ് ഐലൻഡ്സ് ഡെഫിനറ്റ്ലി ആർ എന്നാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. എന്നിട്ട് അവർ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ദൃഢനിശ്ചയമുണ്ട്, അവിടുത്തെ ഐലൻഡേഴ്സിനോടുള്ള ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങളതൊരിക്കലും ഒഴിവാക്കാൻ പോകുന്നില്ല. ഫോക്ലൻഡ് ഐലൻഡ്സ് ഞങ്ങളുടെ ഭാഗമാണ് എന്നുകൂടി അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ ഫിഫ നടപടിയെടുക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് സ്റ്റാമറും ആ കാര്യം പറയുന്നുണ്ട്, ഫിഫ ഇത് അന്വേഷിക്കണം, എന്നിട്ട് ഈ വിഷയത്തിൽ നടപടിയെടുക്കണം. ഇത് ബ്രിട്ടൻ്റെ ഗവൺമെൻറ് തലത്തിൽ വലിയ രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് UK ബിസിനസ് സെക്രട്ടറി പീറ്റർ കെയിൽ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, പ്ലെയേഴ്സിൻ്റെ ബിഹേവിയർ എൻറ്റയർലി ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ഇത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഉള്ള ചോദ്യം, വേൾഡ് കപ്പ് ഫൈനൽ ഈ താരങ്ങൾക്ക് മിസ്സാകുമോ? ഈ ബാനറും പിടിച്ചു നിന്നിട്ടുള്ള താരങ്ങൾ, അർജൻറ്റീനയുടെ താരങ്ങൾ ബാനർ പിടിച്ചിരുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ താരങ്ങൾക്ക് ഫൈനൽ നഷ്ടമാകുമോ? നഷ്ടമായേക്കും തരത്തിലൊക്കെ പലരും വാർത്തകളൊക്കെ പടച്ചുവിടുന്ന നിലയ്ക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലെന്താണ് ഫിഫയുടെ റൂള്? അതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. അതുപോലെ മുമ്പ് എന്തൊക്കെ നടപടികളാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. ഫിഫയുടെ റൂള് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഒരു മെസ്സേജ് ദാറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ സ്പോർട്സ് ഈവൻറ്റ്, അത് തടയപ്പെടും. അത് കളിക്കളത്തിൽ കാണിക്കാൻ പാടില്ല. സ്പോർട്സ് ഇവൻറ്റുമായി ബന്ധപ്പെടാത്തൊരു മെസ്സേജും കളിക്കളത്തിൽ കാണിക്കാൻ പാടില്ല, ഇൻക്ലൂഡിങ് ദോസ് ഓഫ് പൊളിറ്റിക്കൽ, ഐഡിയോളജിക്കൽ, റിലീജിയസ് ഓർ ഒഫെൻസീവ് നേച്ചർ. ഇതാണ് റൂൾ. അപ്പോൾ ഇത് തെറ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ പൊളിറ്റിക്കൽ മെസ്സേജിങ്ങിനുള്ള ഫിഫയുടെ നടപടി എന്താണ്? സാധാരണ ഇതിൽ ഫൈന് ആണ് വരാറുള്ളത്. $5,000 മുതൽ $20,000 വരെ ഫൈൻ ഇടാറുണ്ട്. ഫിഫ ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള മറുപടി എന്താണ് അവരുടെ നിലപാട്, നടപടി എന്നിതുവരെ പറഞ്ഞിട്ടില്ല. അതേസമയം ഈ വിഷയത്തിൽ ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ള ബാനറും മറ്റുമൊക്കെ പൊക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള നടപടി എന്താണ്? അതാണല്ലോ പ്രീസീഡിംഗ് എന്ന് പറയുന്നത്. അത് 2014 വേൾഡ് കപ്പ് ക്വാളിഫയിങ് ഗെയിംസിൽ ഇതുപോലുള്ളൊരു ബാനർ, ഒരു സിമിലർ ബാനർ സൗത്ത് കൊറിയൻ താരം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജപ്പാൻ കൈവശം വെച്ചിട്ടുള്ള ഒരു ഐലൻഡിനെതിരെയായിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരത്തിലല്ല അത് പിടിച്ചത്. വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരത്തിലാണ് ആൾക്ക് വിലക്ക് കൊടുത്തത്. അത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് അങ്ങനെ പിടിച്ചത്. പാർക്ക് ജൂങ് വു എന്ന് പറയുന്ന താരം, അതിലൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു, ഡോഗ്ഡോ ഈസ് അവർ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ട്. അപ്പം സംഭവിച്ചെന്താ വെച്ചാൽ, സൗത്ത് കൊറിയ ജപ്പാനെ പരാജയപ്പെടുത്തിയതിന് ശേഷം, അതൊരു ബ്രോൺസ് മെഡൽ മാച്ചായിരുന്നു, പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് ഇങ്ങനൊരു ബാനർ പിടിച്ചത്. ഇതിൻ്റെ ഫലമായിട്ട് 2014 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ താരത്തിന് വിലക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിന് മുമ്പുള്ള ഒരു പ്രീസീഡിംഗ് എന്ന് പറയുന്നത്. ഫിഫ അന്ന് ആ താരത്തിന് അവിടെ വിലക്ക് കൊടുത്തു. അതിവിടെ സംഭവിക്കുമോ എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ അർജന്റീൻ താരം ലിസാൻഡ്രോ മാർട്ടിനസിനോട് ചോദ്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്കൊരിക്കലും അർജന്റീന ജനതയെ നിരാശപ്പെടുത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നത്. ഈ ഇംഗ്ലണ്ടിൽ ലീഗ് കളിക്കുന്നയാളാണ്, പ്രീമിയർ ലീഗ് കളിക്കുന്നയാളാണ് ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന കാര്യം കൂടി നോക്കണം. എന്തായാലും ഈ വിഷയത്തിൽ ഫിഫയുടെ നടപടി എന്താണെന്നുള്ളത് കണ്ടറിയണം. ഫൈനൽ മത്സരമൊന്നും എന്തായാലും വിലക്കാൻ പോകുന്നില്ല, ആ കാര്യം മനസ്സിലാക്കുക. ഇനി അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി പൂർത്തിയാക്കി വേൾഡ് കപ്പ് ഫൈനലൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു വിധി വരികയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും
അതിനുശേഷം ഒന്നോ രണ്ടോ കളികളിലൊക്കെ താരങ്ങൾക്ക് വിലക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ഫൈനൽ മാത്രമായിട്ട് ഒതുങ്ങുകയും ചെയ്യാം. അല്ലാതെ ഫൈനൽ നഷ്ടപ്പെടും എന്നാരും കരുതണ്ട. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.